ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വചനം ഒരു അനുഗ്രഹ വചനമാണ്. ഈ വചനത്തോട് പ്രാർത്ഥനയോടെ നിങ്ങൾ പ്രതികരിച്ചാൽ ഈ വചനത്തിലെ നന്മ നിങ്ങളെ തേടി വരും. നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നമുക്ക് നൽകുന്ന വചനമാണ് നിങ്ങൾക്ക് നന്മയുണ്ടാകുവാനും നിങ്ങൾ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിങ്ങളുടെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. ഇത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പന ആകുന്നു. നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. പ്രിയപ്പെട്ടവരെ, എല്ലാ അനുഗ്രഹങ്ങളും മറഞ്ഞിരിക്കുന്നത് വചനത്തിലാണ്. എല്ലാ അനുഗ്രഹങ്ങളും നമ്മിലേക്ക് ഒരു നദി പോലെ ഒഴുകുന്നത് വചനത്തിൽ നിന്നാണ്. വചനത്തിൽ സൗഖ്യമുണ്ട്, വചനത്തിൽ ജീവനുണ്ട്, വചനത്തിൽ ആശ്വാസമുണ്ട്, വചനത്തിൽ നിങ്ങൾക്കാവശ്യമായ എല്ലാ നന്മകളും ദൈവം മറച്ചു വച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഒരു കൊടിയ കാറ്റുപോലെ, ഒരു വൻമഴ പോലെ പെയ്തിറങ്ങിയത് വചനത്തിൽ നിന്നും പുറപ്പെട്ട നന്മയാണ്. പ്രിയപ്പെട്ടവരെ, വചനത്തെ മാറ്റി നിർത്തിയാൽ നമുക്കൊരു നന്മയുമില്ല. വചനത്തെ ചേർത്ത് പിടിക്കുന്നവന് നന്മയുണ്ട്. എന്താണ് ദൈവം ഇന്ന് പകൽ നമ്മോട് പറയുന്നത്? നിങ്ങളെ വളർത്തിയ, നിങ്ങളെ സ്നേഹിച്ച, നിങ്ങളെ കരുതിയ നിങ്ങളുടെ അമ്മയപ്പന്മാരെ അവരുടെ വാർദ്ധക്യകാലത്ത്, അവരുടെ കഷ്ടകാലത്ത്, അവരുടെ ശരീരം ബലഹീനമാകുന്ന സമയത്ത് നിങ്ങൾ ഉപേക്ഷിക്കരുത്. ദേഷ്യത്തോടെ സംസാരിക്കരുത്. അവരുടെ മനസ്സ് മുറിയരുത്. അവരുടെ മുഖം വാടരുത്. നാം ഓരോരുത്തരും ശിശുവായിരുന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളൊരു ഭാരമായിരുന്നില്ല. നമ്മുടെ സാന്നിധ്യം അവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷമായിരുന്നു. അമ്മയുടെ മാറിടം നമുക്ക് ചൂട് നൽകിയിരുന്നു. നാം ഒരിക്കലും അമ്മയ്ക്കൊരു ഭാരമായിരുന്നില്ല. അപ്പൻ്റെ തോളിന് നാം ഒരു ഭാരമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവർ ഇപ്പോൾ വാർദ്ധക്യത്തിലാണ്. അവർ ബലഹീനരാണ്. അവർ അശക്തരാണ്. അവരൊരിക്കലും നമുക്കും ഒരു ഭാരമാകരുത്. ഇത് സ്നേഹിക്കുവാനുള്ള സമയമാണ്, ശുശ്രൂഷിക്കുവാനുള്ള സമയമാണ്, ദൈവത്തിൻ്റെ സമയമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. മാതാപിതാക്കളെ ചേർത്ത് നിർത്തേണ്ട സമയം, താങ്ങേണ്ട സമയം. നിങ്ങളുടെ സ്പർശനം അവർ കൊതിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ദേഹത്തൊരു കൈവച്ച് നിങ്ങൾ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുന്നത് അവർക്ക് എത്ര സന്തോഷമാണെന്നോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളെ നാം ചേർത്ത് പിടിച്ചില്ലെങ്കിൽ പിന്നെ ആര് ചേർത്ത് പിടിക്കും? ആദ്യത്തെ കൽപ്പന വാഗ്ദത്തത്തോട് കൂടിയ കൽപ്പന. നിശ്ചയമായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്ക് ഇതുവരെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ ചേർത്ത് പിടിക്കാൻ ദൈവം നിങ്ങൾക്കൊരു സമയം തരികയാണ്. നിങ്ങളൊന്ന് അടുത്ത് ചെന്നാൽ മതി. നിങ്ങളൊന്ന് ചേർത്ത് നിർത്തിയാൽ മതി. നിങ്ങളുടെ മുഖത്തെ ഒരു പുഞ്ചിരി മതി. സ്നേഹത്തിൻ്റെ ഒരു തലോടൽ മതി. എല്ലാം മറക്കും. അതെ, അതിന് വലിയ ശക്തിയുണ്ട്. അതിന് വലിയ നിറവുണ്ട്. പ്രിയപ്പെട്ടവരെ, വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ, ചേർത്ത് നിർത്തിയാൽ, അകന്നു പോകാതെ
അകറ്റി നിർത്താതെ ചേർത്ത് പിടിച്ചാൽ വരുന്നുണ്ട്. നന്മ വരുന്നുണ്ട്, അനുഗ്രഹം വരുന്നുണ്ട്. ദൈവം ഭോഷ്കു പറയുകയില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകിയ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ അറിയണം, നാം അറിയണം. നാം അറിഞ്ഞില്ലെങ്കിൽ അവരെ അറിയുവാൻ മറ്റൊരാൾ ഈ ഭൂമിയിൽ ഉണ്ടാകണമെന്നില്ല. ഇത് അനുഗ്രഹവചനം, നന്മയുടെ വചനം, വിടുതലിൻ്റെ വചനം. വചനത്തോട് നമുക്ക് പ്രതികരിക്കാം. ഇനിയും നമുക്ക് സമയമുണ്ട്. ഇനിയും നമുക്ക് ദൂരയാത്രയുണ്ട്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.